ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ദിവസം കേട്ടോ. അത് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ഹെവി സ്നോഫാൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിനൊക്കെ അത്യാവശ്യം നല്ല പണിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ദിവസം മുതൽ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. വീട്ടിലെത്തി അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അഞ്ചാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചത്. നമ്മൾ എണീറ്റപ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. നമുക്ക് ദാഹം വരില്ല, പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല വെള്ളം നമ്മൾ നല്ലോണം കുടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് അൽഹംദുലില്ലാ നമുക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി പോരുന്ന വഴിക്കൊരു വണ്ടി ചെറുതായിട്ട് എന്തൊരു കുയിൽ വീണിട്ടുണ്ടായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റാക്കിങ്ങാണ്ട് ഞങ്ങൾ സോനമാർഗക്ക് പോവുകയാണ് കേട്ടോ. സോനമാർഗിൽ ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ പോകുന്നത്, കാരണം മഞ്ഞ് കിട്ടുമല്ലേ എന്നുള്ളതും കൂടി ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മുമ്പ് ഞങ്ങളെ ഡ്രൈവറെ കൂടെ പോയ കപ്പിൾസിന് കിട്ടിയിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അവർക്ക് സ്നോഫാൾ കിട്ടിയില്ല. ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പോയി, പക്ഷേ തീരെ സ്നോഫാൾ ഉണ്ടായിരുന്നില്ല. സ്നോഫാൾ പോയിട്ട് സ്നോ വീണ് കിടക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് മൂപ്പര് നല്ലോണം ടെൻഷനാക്കിയിരുന്നു. ഞാൻ പഠിച്ചോനെ ഒന്ന് സ്നോഫാൾ വീണെങ്കിൽ എന്തെങ്കിലും നീർച്ചയൊക്കെ ഇട്ടിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ക്യാഷൊക്കെ അടച്ച്, അത് നമ്മൾ റെൻറ്റിന് എടുക്കണം കേട്ടോ. നമ്മൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു ഡ്രസ്സും കൂടി ഇടണം. അത് നമ്മൾ റെൻറ്റിന് എടുക്കണം. 250 രൂപയാണ് അവിടെ റെൻറ്റിന് വരുന്നത്. അത് മറ്റേ ഗവൺമെൻറ്റിൻ്റെ റൂൾ തന്നെയാണ് കേട്ടോ. 250 കൂടുതൽ കൂട്ടാൻ പാടില്ല. അങ്ങനെ നമ്മൾ സോനമാർഗയ്ക്ക് ഏകദേശം എത്താനായിക്കൊണ്ടിരിക്കുക കേട്ടോ. അൽഹംദുലില്ലാ സ്നോഫാൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈവറെ അങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ ലക്കിയാണ്. അങ്ങനെ ഞങ്ങൾ ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം അഡൾട്ട് ടണലിൻ്റെ അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അഡൾട്ട് ടണലിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ സ്നോ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ നിൽക്കാൻ അയച്ചില്ല കേട്ടോ. അവിടെ നിന്ന് നമ്മളെ സോൾജേഴ്സ് അവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബ്ലോക്ക് എന്തെങ്കിലും വന്ന് കഴിഞ്ഞാലും അതേമാതിരി സ്നോഫാൾ കൂടിക്കഴിഞ്ഞാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ പെട്ടുപോകും. അതുകൊണ്ട് ഞങ്ങളവിടെ നിൽക്കാൻ അയച്ചില്ല. പിന്നെ അതേമാതിരി ഡ്രൈവറും തന്നെ നിങ്ങൾ തിരിച്ചു പോരുന്ന പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തിരിച്ചിറക്കി കേട്ടോ. അപ്പം എൻ്റെ ഫേസ് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്കതൊന്ന് തൊടാനോ കാണാനോ ഉള്ള ആ ഒരു സമയം കിട്ടി. കാരണം അത്രയും ആഗ്രഹിച്ചിട്ട് പോയൊരു സ്ഥലമാണിത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു നമുക്ക് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഞാൻ നിർത്തി തരാമെന്ന് പറഞ്ഞിട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു സീസൺ ടൈമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം നമ്മൾ കരുതുന്ന സ്ഥലത്തേക്ക് 2 മണിക്ക് എത്തണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 മണിക്ക് എത്തുള്ളൂ. കാരണം അത്രയും ബ്ലോക്ക് ആയിരിക്കും ഈ ഒരു ടൈമിലാകുമ്പോൾ കേട്ടോ. നമ്മൾ മുകളിലോട്ട് പോയപ്പോൾ ഇവിടെയൊക്കെ നല്ല തരിശ് ഭൂമി പോലെ കിടക്കുകയായിരുന്നു കേട്ടോ. കേബിൾ കാറും പാരാഗ്ലൈഡിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരുന്നതിന്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ചെയ്യാന്നൊക്കെ ഉള്ള ആ ഒരു മൈൻഡിലാട്ടോ പോയത്. പക്ഷേ സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തോടുകൂടി അതൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലൊരു സ്വീറ്റ് കോൺ വാങ്ങി കഴിച്ചു കേട്ടോ. അങ്ങനെ സങ്കടം മാറ്റി. പിന്നെ അത് അത്യാവശ്യം നല്ല സ്നോഫാൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി നടക്കുകയും ചെയ്തു. ഇപ്പോൾ കാറ് കാരണം നമുക്ക് നമ്മുടെ അടുത്ത് എത്താൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാട്ടോ അപ്പോൾ നമ്മൾ. കാരണം നല്ല തണുപ്പിടാൻ നമ്മുടെ എല്ലിൻ്റെ ഉള്ളിലൊക്കെ തണുപ്പ് കയറാറില്ല. ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ കാറുകാരനെ കാത്തുന്ന ആ ഒരു ടൈമിൽ കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെയപ്പോൾ അത്യാവശ്യം നമുക്ക് വിശപ്പ് വന്ന് തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിങ്ങാണ്ട് അടുത്തുള്ള ഒരു തട്ടടി കയറി. അവിടെ നമ്മളൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞങ്ങാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചൂടിൻ്റെ ആ ഒരു എഫക്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കാരണം തണുപ്പിൻ്റെ എഫക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ തീയിൽ കൈ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എഫക്റ്റും വരുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും തണുപ്പായിരുന്നു കയ്യിനൊക്കെ. അതിന് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കൈയൊക്കെ കൊണ്ടുപോയി വെച്ചിങ്ങാണ്ട് കുറേ ചൂടാക്കിയിട്ടു. അപ്പോൾ കുറേയൊക്കെ ഒരു സമാധാനം കിട്ടി. പിന്നെ ഫ്രൈഡ് റൈസ് വന്നു എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയില്ല കേട്ടോ. അതിന് ഒരു സാധാരണ നമ്മുടെ വെറുംചോർക്ക് കുറച്ച് പച്ചക്കറി ഇട്ട് ഇളക്കിയാൽ എങ്ങനെയാണ് അത്ര തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെങ്കിലും ആൾക്കാർ വാങ്ങിക്കോളും എന്നുള്ള ആ ഒരു പ്രതീക്ഷ അവർക്കുണ്ടല്ലോ. പിന്നെ അതാട്ടോ ഞാൻ പറഞ്ഞ ഹെവി സ്നോഫോള് നല്ല ഇതിൽ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു വീഴ്ച തന്നെ നല്ലൊരു എന്താ പറയുക, പടച്ചോൻ്റെ ഓരോ അത്ഭുതങ്ങളെന്ന് പറയില്ലേ, അതായിരുന്നു കേട്ടോ. കാരണം ഒരു പഞ്ഞി നമ്മുടെ തലക്കിടീൻ്റെ ഉള്ളത്തെ പഞ്ഞി നമ്മൾ ഇങ്ങനെ മുകളിലോട്ടിട്ട് താഴെ വന്ന് പതിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അത് വന്ന് വീണുകൊണ്ടിരുന്നീന് നമ്മുടെ കൈയൊക്കെ പതുക്കെ സ്ലോലി ആയിട്ട് വന്ന് ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ ഡേഞ്ചറാണ് ഈ ഒരു സ്നോഫാൾ എന്നാട്ടോ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. കാരണം നല്ല ഭംഗിയുള്ളതാണ്, വെരി വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി വെരി ഡേഞ്ചർ എന്നായിരുന്നു കേട്ടോ അയാൾ പറഞ്ഞിരുന്നത്. നമ്മൾ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല, അയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. ഹിന്ദിയൊക്കെ അല്ലായിരുന്നു. പിന്നെ നമുക്കറിയുന്ന കുറച്ച് വെച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങാണ്ട് സെറ്റാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതാട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ സ്നോഫാൾ. അൽഹംദുലില്ലാ 50 വർഷത്തിന് ഇടയിൽ അത്ര ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്നോഫാൾ വരുന്നത്. നമ്മൾ ചെന്ന ആ ഒരു ദിവസം തന്നെ ഇത് വന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് കേട്ടോ. ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്തങ്ങാണ്ട് ഇത് കണ്ട് ആസ്വദിച്ച് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ അവിടുത്തെ ആ ഒരു തണുപ്പ് നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറം ആയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോന്നു കേട്ടോ. പോകുന്നത് ഇഷ്ടപ്രകാരമൊന്നും അല്ലായിരുന്നു, ഡ്രൈവറെ നിർബന്ധത്തിൽ പോകുന്നതാണ് കേട്ടോ. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഈ ബ്ലോക്ക് ആവും, ഹെവി സ്നോഫോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പരെ ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് വണ്ടി കയറ്റി കൊടുന്നതാണ് കേട്ടോ. വണ്ടി കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ ഇതെന്താ ഇങ്ങനെ, നമ്മൾ അത്രയും ദൂരം ഓടി വന്നതല്ലേ, ഇനി കാണാനൊന്നും പറ്റൂലല്ലോ എന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ നമ്മൾ റൂമിലെത്തി നമ്മൾ ന്യൂസൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലായത്. കാരണം 50 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്നോഫാൾ വന്നത്. 1000-ലേറെ വണ്ടികൾ അവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞത് കേട്ടോ. നമ്മളെ കൂടെ പോകുന്ന നമ്മുടെ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട നമ്മുടെ ബോയ്സും അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഇത് എത്രത്തോളം ഡേഞ്ചറാന്നുള്ളത് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ സ്നോഫാളൊക്കെ കിട്ടി നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോരുകയാണ് കേട്ടോ. നമ്മൾ സോനാമാർഗിൽ നിന്ന് കഴിഞ്ഞേക്കന്നെ സ്നോഫാളൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റെൻറ്റിനെടുത്ത ഡ്രസ്സൊക്കെ അവിടെ കൊടുത്ത് നമ്മൾ റിട്ടേൺ റൂമിലോട്ട് വന്നു കേട്ടോ. അതായിട്ട് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.